അത് പരിശുദ്ധി അമ്മ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരുകളും വെറുതെയായില്ല. ഈ പരിശുദ്ധി അമ്മ ആരോടും പരാതി പറഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട മകനെ കൊന്നവരോടോ, തൻ്റെ പ്രിയപ്പെട്ട മകനെ ചാട്ടമാറുകൊണ്ട് അടിച്ചവരെയോടോ അല്ലെങ്കിൽ ക്രൂശി തറച്ചവരോടോ പകരം വീട്ടാൻ നിന്നില്ല. അവരോട് ചോദിച്ചില്ല. ശിഷ്യന്മാരോട് പോലും പരിശുദ്ധി അമ്മ ചോദിച്ചില്ല. പത്രോസിനെ കണ്ടപ്പോൾ പത്രോസിനോട് ചോദിച്ചില്ല, നീ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ തള്ളിപ്പറഞ്ഞത്? നീ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ ഉപേക്ഷിച്ചോടിപ്പോയത് എന്നൊന്നും അമ്മ ചോദിച്ചില്ല. കാരണം ഇതൊക്കെ തൻ്റെ മകന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ പദ്ധതിയാണെന്ന് പരിശുദ്ധി അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ആരെല്ലാം നമ്മളെ സ്നേഹിക്കണമെന്നും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിക്കണമെന്നും, ആരൊക്കെ നമ്മളെ ചതിക്കണമെന്നും, ആരൊക്കെ നമ്മളെ ശപിക്കണമെന്നും, ആരൊക്കെ നമ്മളെ തള്ളിപ്പറയണമെന്നും ദൈവത്തിന്റെ കരങ്ങളില് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവമാണ് അതിന് അനുവദിക്കുന്നത്. ദൈവം അറിയാതെ ഒരു വ്യക്തിക്ക് നമ്മളെ തൊടാനോ ഒരു വ്യക്തിക്ക് നമ്മളെ ഉപേക്ഷിക്കുവാനോ സാധിക്കത്തില്ല.